ഹലോ ഡിയേഴ്സ്, 5ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ദ വാംത്ത് ഓഫ് ലവ് ഈ യൂണിറ്റിൽ വരുന്ന ചെറിയൊരു സ്റ്റോറിയാണ് ദ ഡോട്ട്. ഈ സ്റ്റോറിയുടെ മലയാളം എക്സ്പ്ലനേഷൻ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ യൂണിറ്റിൽ തന്നെ വരുന്ന മറ്റൊരു സ്റ്റോറി ദ കിസ്സിങ് ഹാൻഡ്. പിന്നെ അതുകൂടാതെ നമ്മളൊരു പോയം കൂടി പഠിച്ചിട്ടുണ്ട്, എ ഫ്രണ്ട്. അപ്പോൾ 2 ലെസണിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും ആക്ടിവിറ്റീസും ഒക്കെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് കാണാം. ഓക്കെ. The dot, ഒരു കുത്ത്. Here is the story of a young girl who believed that she could not draw pictures. ഇവിടെ ആരുടെ സ്റ്റോറിയാണ്? ഒരു യങ് ഗേൾ, ഒരു ചെറിയൊരു പെൺകുട്ടിയുടെ കഥയാണ്. അവൾ എന്ത് വിശ്വസിച്ചു? ഹു ബിലീവ് ദാറ്റ് ഷീ കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ്. അവൾക്ക് വരക്കാനൊന്നും സാധിക്കില്ലെന്ന് അവൾ വിശ്വസിച്ചു. ഡു യു തിങ്ക് ഷീ ക്യാൻ ഡ്രോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവൾക്ക് വരക്കാൻ സാധിക്കുമെന്ന്? ലെറ്റ്സ് സീ എന്ന് നമുക്ക് നോക്കാം. The art class was over, but Vashti sat glued to her chair. ആർട്ട് ക്ലാസ് കഴിഞ്ഞു, സ്കൂളിലുള്ള ആർട്ടിൻ്റെ പീരീഡ് കഴിഞ്ഞു. ബട്ട് വഷ്ടി ആരാണ്? ഈ കുട്ടിയുടെ പേരാണ്, ഈ പെൺകുട്ടിയുടെ പേരാണ്. വഷ്ടി എന്ത് ചെയ്തു? സാറ്റ് ഗ്ലൂഡ് ടു ഹെർ ചെയർ. അവളുടെ ചെയറിന് എഴുന്നേൽക്കുന്നില്ല, അതിൽ ഇങ്ങനെ പശ, അതായത് ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കുകയാണ്. ഹെർ പേപ്പർ വാസ് ബ്ലാങ്ക്. അവളുടെ പേപ്പർ ബ്ലാങ്ക് ആണ്, അവൾ ആർട്ട് ക്ലാസ്സിൽ ഒന്നും വരച്ചില്ല. വഷ്ടീസ് ടീച്ചർ ലീൻഡ് ഓവർ ദ ബ്ലാങ്ക് പേപ്പർ. വഷ്ടിയുടെ ടീച്ചർ എന്ത് ചെയ്തു? ലീൻഡ് ഓവർ ദ ബ്ലാങ്ക്. ലീൻഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് ഇവളുടെ പേപ്പറിലേക്ക് നോക്കി. എ പോളാർ ബിയർ ഇൻ എ സ്നോ സ്റ്റോം ഷീ സെഡ്. എന്നിട്ട് നോക്കിയിട്ട് ടീച്ചർ എന്ത് പറഞ്ഞു? എ പോളാർ ബിയർ ഇൻ എ സ്നോ സ്റ്റോം, അതായത് മഞ്ഞിൻ്റെ കൊടുങ്കാറ്റിൽ, അതായത് മഞ്ഞുള്ള സ്ഥലത്ത് നിൽക്കുന്ന ഒരു പോളാർ ബിയർ ആ ബ്ലാങ്ക് പേപ്പറിൽ നോക്കിയിട്ട് പറഞ്ഞു. വെരി ഫണ്ണി, ഐ ജസ്റ്റ് കാൺ ഡ്രോ സെഡ് വഷ്ടി. വഷ്ടി അപ്പം എന്ത് പറഞ്ഞു? വെരി ഫണ്ണി, നല്ല തമാശ. ഐ ജസ്റ്റ് കാൺ ഡ്രോ, എനിക്ക് വരക്കാനൊന്നും സാധിക്കില്ല. ഹെർ ടീച്ചർ സ്മൈൽഡ്. അപ്പോൾ അവളുടെ ടീച്ചർ പുഞ്ചിരിച്ചു. ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു. ജസ്റ്റ് ഒരു മാർക്ക് ചെയ്യുക, എന്നിട്ട് നോക്കുക അത് എവിടെ നിന്ന് എത്തിക്കുമെന്ന്. വഷ്ടി ഗ്രാബ്ഡ് എ മാർക്കർ ആൻഡ് ഗേവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ്. വഷ്ടി എന്ത് ചെയ്തു? ഗ്രാബ്ഡ് എ മാർക്കർ, ഒരു മാർക്കർ പെട്ടെന്ന് എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് ഗേവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ്. ആ പേപ്പറിൽ ഇങ്ങനെ അമർത്തിയൊരു കുത്ത് ഇട്ട് കൊടുത്തു. ദേർ, അവിടെ. ഹെർ ടീച്ചർ പിക്ക്ഡ് അപ്പ് ദ പേപ്പർ ആൻഡ് സ്റ്റഡീഡ് ഇറ്റ് കെയർഫുള്ളി. അവളുടെ ടീച്ചർ ആ പേപ്പർ പിക്ക് ചെയ്തിട്ട് വാങ്ങിയിട്ട് അത് സൂക്ഷ്മതയോടെ നോക്കി. ഷീ പുഷ്ഡ് ദ പേപ്പർ ടുവേർഡ്സ് വഷ്ടി ആൻഡ് ക്വയറ്റ്ലി സെഡ് നൗ സൈൻ ഇറ്റ്. എന്നിട്ട് ടീച്ചർ എന്ന് പറഞ്ഞു? ഷീ പുഷ്ഡ് ദ പേപ്പർ ടുവേർഡ്സ് വഷ്ടി. വഷ്ടിയുടെ നേരെ പേപ്പർ നീട്ടിയിട്ട് ക്വയറ്റ്ലി, മെല്ലനെ ശാന്തമായിട്ട് പറഞ്ഞു എന്ത്? നൗ സൈൻ ഇറ്റ്, ഒപ്പിടൂ. വഷ്ടി തോട്ട് ഫോർ എ മൊമെൻറ്റ്. വഷ്ടി ഒരു മിനിറ്റ് ചിന്തിച്ചു. വെൽ, മേ ബി ഐ കാൺ ഡ്രോ ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം. എനിക്ക് വരക്കാനൊന്നും സാധിക്കില്ല, പക്ഷേ എനിക്ക് എൻ്റെ പേര് എഴുതിയിട്ട് ഒപ്പിടാൻ അറിയാം. ദ നെക്സ്റ്റ് വീക്ക് വഷ്ടി വാക്ക്ഡ് ഇൻ ദ ആർട്ട് ക്ലാസ്. അടുത്ത ആഴ്ച വഷ്ടി എന്ത് ചെയ്തു? ഇങ്ങനെ ആർട്ട് ക്ലാസ്സിലേക്ക് ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഷി വാസ് സർപ്രൈസ്ഡ് ടു സീ വാട്ട് വാസ് ഹാങ്ങിങ് എബോവ് ഹെർ ടീച്ചേഴ്സ് ഡെസ്ക്. അവൾക്ക് അതിശയമായി. എന്ത് കണ്ടിട്ട്? ടു സീ വാട്ട് വാസ് ഹാങ്ങിങ് എബോവ് ഹെർ ടീച്ചേഴ്സ് ഡെസ്ക്. അവളുടെ ടീച്ചറിൻ്റെ ഡെസ്കിൻ്റെ മുകളിൽ എന്താണ് തൂക്കിയിട്ടിരിക്കുന്നത്? ഇറ്റ് വാസ് ദ ലിറ്റിൽ ഡോട്ട് ഷീ ഹാഡ് ഡ്രോൺ ഹെർ ഡോട്ട്. അവളുടെ ആ ചെറിയ കുത്ത് ഇട്ട ആ പേപ്പർ ഉണ്ടല്ലോ, ആ വരച്ച പേപ്പർ, അതാണ് ടീച്ചറിൻ്റെ ടേബിളിൻ്റെ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്നത്. നമ്മളവിടെ പിക്ചറിൽ കാണുന്നുണ്ട് അല്ലേ? അതായത് അവൾ വരച്ച ആ ഒരു കുത്ത് ടീച്ചർ എന്ത് ചെയ്തു? ടീച്ചർ അത് ടീച്ചറിൻ്റെ ടേബിളിൻ്റെ അത് ചുമരിൻ്റെ മുകളിൽ തൂക്കിയിട്ടു. ഓൾ ഫ്രെയിംഡ് ഇൻ സോളി ഗോൾഡ്. അതിങ്ങനെ ഫ്രെയിമൊക്കെ ചെയ്ത് സോളി ഗോൾഡിൽ നല്ല ഫ്രെയിമൊക്കെ ചെയ്തിട്ട് തൂക്കിയിട്ടിരിക്കുകയാണ് ടീച്ചർ. ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ്. എനിക്ക് ഇതിനേക്കാൾ നല്ല ഡോട്ട് ഇടാൻ സാധിക്കും. അതായത് ഞാനിങ്ങനെ വെറുതെ ഇട്ടൊരു കുത്തിട്ട ഒരു പേപ്പർ, ഒന്നും വരച്ചില്ല. ആ പേപ്പർ ടീച്ചർ ഇത്രയും നന്നായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചു. അതായത് ഞാനിട്ട കുത്ത് വളരെ ഇഷ്ടപ്പെട്ടു, ടീച്ചർക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനേക്കാളും നല്ല ഡോട്ട് ഇടാൻ സാധിക്കും. ഷീ ഓപ്പൺഡ് ഹെർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ് ആൻഡ് സെറ്റ് ടു വർക്ക്. അവൾ എന്ത് ചെയ്തു? അവളുടെ വാട്ടർ കളറിൻ്റെ സെറ്റ് ഓപ്പൺ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ, ജോലി ചെയ്യാൻ, അതായത് വരക്കാൻ വേണ്ടി തുടങ്ങി. വഷ്ടി പെയിൻറ്റഡ് ആൻഡ് പെയിൻറ്റഡ്. വഷ്ടി അങ്ങനെ പിക്ചറിൽ കാണുന്നില്ലേ, പെയിൻറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. എ റെഡ് ഡോട്ട്, ആദ്യം ഒരു ചുവപ്പ് കുത്തിട്ടു. എ പർപ്പിൾ ഡോട്ട്, പിന്നെ ഒരു പർപ്പിൾ ഡോട്ട്.
പർപ്പിൾ കുത്തിട്ടു. എ യെല്ലോ ഡോട്ട്, എ ബ്ലൂ ഡോട്ട്. പിന്നെന്ത് ചെയ്തു? ദ ബ്ലൂ മിക്സഡ് വിത്ത് ദ യെല്ലോ. ബ്ലൂ കളർ എന്ത് ചെയ്തു? യെല്ലോ കളറായിട്ട് മിക്സ് ചെയ്തു. ഷീ ഡിസ്കവർഡ് ദാറ്റ് ഷീ കുഡ് മേക്ക് എ ഗ്രീൻ ഡോട്ട്. അപ്പോൾ അത് രണ്ടും തമ്മിൽ, അതായത് ബ്ലൂവും യെല്ലോവും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ എന്ത് കളറാണ് കിട്ടുക? ഗ്രീൻ കളർ കിട്ടും അല്ലേ? അപ്പം അവൾ അതിൽ നിന്ന് എന്ത് കണ്ടെത്തി? ബ്ലൂവും യെല്ലോവും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ യെല്ലോ കളറായിട്ട് മാറുമെന്ന് കണ്ടെത്തി. അങ്ങനെ അവൾ എന്ത് ചെയ്തു? ഗ്രീൻ കളറായിട്ട് മാറുമെന്ന് കണ്ടെത്തി. അങ്ങനെ ഒരു ഗ്രീൻ കളർ കുത്തും ഇട്ടു. അതായത് ഇങ്ങനെ ഓരോ കളറും അവൾ കണ്ടുപിടിച്ചിട്ട് ഡോട്ട് ഇടുകയാണല്ലേ. അതിലില്ലാത്ത കളർ കൂടി ഉണ്ടാക്കിയിട്ട് കൂടി ഡോട്ട് ഇടുകയാണ്. അത്രയും പരിശ്രമിക്കുകയാണ്. വഷ്ടി കെപ്റ്റ് എക്സ്പെരിമെൻറ്റിങ് വിത്ത് ലോട്ട്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ഇൻ മെനി കളേഴ്സ്. അങ്ങനെ വഷ്ടി എന്ത് ചെയ്തു? ലോട്ട്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ്, ഇങ്ങനെ ചെറിയ ചെറിയ കുത്തുകൾ, ഒരുപാട് കുത്തുകളിട്ട് മെനി കളേഴ്സ്, ഒരുപാട് കളേഴ്സിൽ ഇങ്ങനെ ഡോട്ട്സ് ഇട്ടു. ഇഫ് ഐ ക്യാൻ മേക്ക് ലിറ്റിൽ ഡോട്ട്സ് ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു. ഇപ്പോൾ എനിക്കിങ്ങനെ ചെറിയ കുത്തുകൾ ഇടാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബിഗ് ഡോട്ട്സ്, വലിയ കുത്തുകൾ കൂടി ഇടാൻ സാധിക്കും. വഷ്ടി സ്പ്ലാഷ്ഡ് ഹെർ കളേഴ്സ് വിത്ത് എ ബിഗ്ഗർ ബ്രഷ് ഓൺ എ ബിഗ്ഗർ പേപ്പർ ടു മേക്ക് ബിഗ്ഗർ ഡോട്ട്സ്. വഷ്ടി സ്പ്ലാഷ്ഡ് ഹെർ കളേഴ്സ്, അവളുടെ കളേഴ്സ് തെറിപ്പിച്ചു. അതായത് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് കളർ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ടല്ലോ, അതിനാണ് സ്പ്ലാഷ്ഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ത് ചെയ്തു? സ്പ്ലാഷ്ഡ് ഹെർ കളേഴ്സ്, അവളുടെ കളേഴ്സ് സ്പ്ലാഷ് ചെയ്തു വിത്ത് എ ബിഗ്ഗർ ബ്രഷ്, വലിയ ബ്രഷ് കൊണ്ട്, ഓൺ എ ബിഗ്ഗർ പേപ്പർ, ഒരു വലിയ പേപ്പറിൽ, ടു മേക്ക് ബിഗ്ഗർ ഡോട്ട്സ്, അങ്ങനെ വലിയ ഡോട്ട്സ്, കുത്തുകൾ ഉണ്ടാക്കി. വഷ്ടി ഈവൺ മെയ്ഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിൻറ്റിങ് എ ഡോട്ട്. അങ്ങനെ വഷ്ടി എന്ത് ചെയ്തു? ഇപ്പോൾ കുത്തുകൾ ഉണ്ടാക്കാതെ തന്നെ കുത്തുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതായത് അത്രയും അവൾ ഈ കുത്തുകൾ ഉണ്ടാക്കാൻ പഠിച്ചു അല്ലേ. അതായത് ഈ ആർട്ടിസ്റ്റൊക്കെ അവരുടെ കഴിവുകൾ കൊണ്ട് ചില പിക്ചേഴ്സ് അവരുടെ ഐഡിയ കൊണ്ട് വരക്കാതെ തന്നെ ഉണ്ടാക്കി. ഇപ്പോൾ ഒരു ബ്ലാക്ക് ബോർഡിൽ, അതായത് ബ്ലാക്ക് ബോർഡ് ബ്ലാക്ക് കളറാണല്ലേ, ഇപ്പം ഫുള്ള് വൈറ്റ് പെയിൻറ്റ് ചെയ്ത് നടുക്ക് മാത്രം ഒരു റൗണ്ടിൽ സ്പേസ് ഒഴിച്ച് വെച്ചിട്ട്, അപ്പം അതൊരു എന്തായിട്ട് തോന്നും? നമ്മൾക്ക് നടുക്കൊരു വലിയൊരു കുത്തായിട്ട് തോന്നുമല്ലേ, ഒരു വട്ടായിട്ട് തോന്നും. അതായത് അത് പെയിൻറ്റ് ചെയ്യാതെ തന്നെ ഒരു ഡോട്ടാക്കി അല്ലേ. അങ്ങനെയുള്ള ഐഡിയ കൊണ്ട് വഷ്ടി എന്ത് ചെയ്തു? അങ്ങനെ ഈ കുത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചു. അപ്പം പെയിൻറ്റ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്തു? ഡോട്ട്സ് ഉണ്ടാക്കി. അങ്ങനെ അറ്റ് ദ സ്കൂൾ ആർട്ട് ഷോ എ ഫ്യൂ വീക്സ് ലേറ്റർ വഷ്ടിസ് ഡോട്ട് മെയ്ഡ് ക്വൈറ്റ് എ സ്പ്ലാഷ്. സ്കൂൾ ആർട്ട് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം സ്കൂൾ ആർട്ട് സംഘടിപ്പിച്ചു. അപ്പോൾ സ്കൂൾ ആർട്ടിൽ വഷ്ടിയുടെ ഈ കുത്തുകൾ എന്ത്? ക്വൈറ്റ് എ സ്പ്ലാഷ്, ശ്രദ്ധ പിടിച്ചു പറ്റി. വഷ്ടി നോട്ടീസ്ഡ് എ ലിറ്റിൽ ബോയ് ഗേസിങ് അപ്പ് അറ്റ് ഹെർ. വഷ്ടി അപ്പോൾ കണ്ടു എന്ത്? ഒരു ചെറിയൊരു ആൺകുട്ടി അവളിങ്ങനെ തുറിച്ച് നോക്കുകയാണ്. യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. എന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾ ശരിക്കും ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് തന്നെയാണ്. ഐ വിഷ് ഐ കുഡ് ഡ്രോ ഹി സെഡ്. അവൻ എന്നിട്ട് എന്ന് പറഞ്ഞു, എനിക്കും ഇങ്ങനെ വരക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ വഷ്ടി എന്ന് പറഞ്ഞു, ഐ ബെറ്റ് യു ക്യാൻ സെഡ് വഷ്ടി. ഞാൻ ബെറ്റ് ചെയ്യുന്നു നിനക്ക് വരക്കാൻ സാധിക്കുമെന്ന്. നിനക്ക് തോന്നുന്നതാണ് നിനക്ക് വരക്കാൻ പറ്റില്ല എന്ന്, പക്ഷെ ഞാൻ ബെറ്റ് ചെയ്യുന്നു നിനക്ക് വരക്കാൻ സാധിക്കുമെന്ന്. അതായത് വഷ്ടിയുടെ അനുഭവം വെച്ചാണ് പറയുന്നത് അല്ലേ. മീ നോ നോട്ട് ഐ കോൺ ഈവൻ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ റൂളർ. എനിക്ക് പറ്റില്ല. എനിക്കൊരു സ്കെയിൽ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ, നേരെയുള്ള വര വരക്കാൻ പോലും എനിക്ക് സാധിക്കാറില്ല. വഷ്ടി സ്മൈൽഡ്. അപ്പോൾ വഷ്ടി പുഞ്ചിരിച്ചു. ഷീ ഹാൻഡഡ് ദ ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. അവൾ ആ ബോയിൻ്റെ കയ്യിൽ ഒരു ബ്ലാങ്ക് ഒഴിഞ്ഞ ഷീറ്റ് ഓഫ് പേപ്പർ കൊടുത്തു, വരക്കാത്ത ഷീറ്റ് ഓഫ് പേപ്പർ കൊടുത്തു. ഷോ മീ, വരച്ചോളൂ. ദ ബോയ്സ് പെൻസിൽ ഷുക്ക് ആസ് ഹി ഡ്രൂ ഹിസ് ലൈൻ. ബോയുടെ പെൻസിൽ ഇങ്ങനെ വരക്കുകയാണ് അവൻ ഇങ്ങനെ ലൈൻ വരക്കുന്ന സമയത്ത്. വഷ്ടി സ്റ്റേഡ് അറ്റ് ദ ബോയ്സ് ക്യുഗിൾ. വഷ്ടി ഇങ്ങനെ തുറച്ച് നോക്കി എന്താണ്? ബോയുടെ ആ വളഞ്ഞ വര ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി. ആൻഡ് ദെൻ ഷീ സെഡ്, എന്നിട്ട് അവൾ പറഞ്ഞു എന്ത്? സൈനിച്ച്, ഒപ്പിട്ടോളൂ. അപ്പോൾ വഷ്ടിയുടെ മനസ്സിൽ അവളുടെ ടീച്ചർ ചെയ്ത ആ കാര്യങ്ങളാണ് ഓർമ്മ വന്നത് അല്ലേ. എന്നിട്ട് അതുപോലെ അവനെ കൊണ്ടും ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അവനെയും വഷ്ടി എന്ത് ചെയ്യും? ഒരു കലാകാരനാക്കി മാറ്റും അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഓഥറിനെ പരിചയപ്പെടാം. അബൌട്ട് ദ ഓഥർ. പീറ്റർ ഹാമിൽട്ടൺ റിനോൾഡ്സ് ഈസ് എ കനേഡിയൻ ഓഥർ ആൻഡ് ഇല്ലസ്ട്രേറ്റർ ഓഫ് ചിൽഡ്രൻസ് ബുക്സ്. പീറ്റർ ഹാമിൽട്ടൺ റിനോൾഡ്സ് ആണ് ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. കനേഡിയൻ ഓഥറാണ്. പിന്നെ കുട്ടികളുടെ ബുക്സൊക്കെ എഴുതിയിട്ടുണ്ട്. ഹീ ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ എഡ്യൂക്കേഷൻ മീഡിയ കമ്പനി ഫാബിൾ വിഷൻ കമ്പനിയുടെ ഫൗണ്ടറാണ്. റിനോൾഡ്സ് ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ചിൽഡ്രൻസ് ബുക്സ് അബൌട്ട് ഓതൻറ്റിക് ലേണിംഗ്, ക്രിയേറ്റിവിറ്റി ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. അയാളുടെ ബുക്സിൻ്റെ പ്രത്യേകതകളാണ് പറഞ്ഞിരിക്കുന്നത്. ഓതൻറ്റിക് ലേണിംഗ് പഠിക്കാനുണ്ടാകും, ക്രിയേറ്റിവിറ്റി ഉണ്ടാകും, പിന്നെ സെൽഫ് എക്സ്പ്രഷനൊക്കെ ഉണ്ടാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. വൈ വാസ് വഷ്ടി സാഡ്? എന്തുകൊണ്ടാണ് വഷ്ടിക്ക് സങ്കടമുണ്ടായത്, ദുഃഖമുണ്ടായത്?
ബിക്കോസ് വഷ്ടി ബിലീവ് ദാറ്റ് ഷീ കുഡ് നോട്ട് ഡ്രോ ഈവൺ എ സ്മോൾ പിക്ചർ. വഷ്ടി വിചാരിച്ചെന്ത്, അവൾക്കൊരു ചെറിയ ചിത്രം പോലും വരക്കാൻ സാധിക്കില്ലെന്നല്ലേ, അതുകൊണ്ടാണ് വിഷമമുണ്ടായത്. നെക്സ്റ്റ്, വാട്ട് ഡിഡ് ദ ടീച്ചർ ആസ്ക് വഷ്ടി ടു ഡു ആഫ്റ്റർ ഷീ ഹാഡ് ഡ്രോൺ ദ പിക്ചർ ഓഫ് എ ഡോട്ട്? എന്താണ് ടീച്ചർ ആവശ്യപ്പെട്ടത്? ആരോട്? വഷ്ടിയോട്. ഏതിനു ശേഷം? ആഫ്റ്റർ ഷീ ഹാഡ് ഡ്രോൺ ദ പിക്ചർ ഓഫ് എ ഡോട്ട്. അവളൊരു കുത്ത്, ഒരു ഡോട്ട് വരച്ചതിന് ശേഷം എന്ത് ചെയ്യാനാണ് ടീച്ചർ പറഞ്ഞത്? ആഫ്റ്റർ വഷ്ടി ഡ്രൂ ദ ഡോട്ട് ഹെർ ടീച്ചർ ആസ്ക്ഡ് ഹെർ ടു സൈൻ ഹെർ നെയിം ഓൺ ദ ഡ്രോയിങ്. ആ ഡ്രോയിങ്ങിൽ സൈൻ ചെയ്യാൻ വേണ്ടി അവളുടെ പേര് സൈൻ ചെയ്യാനാണ് പറഞ്ഞത്. നെക്സ്റ്റ്, വാട്ട് ഡിഡ് വഷ്ടിസ് ടീച്ചർ ഡു വിത്ത് ഹെർ പിക്ചർ? അവളുടെ ചിത്രം കൊണ്ട് വഷ്ടിയുടെ ടീച്ചർ എന്താണ് ചെയ്തത്? ദ ടീച്ചർ ഫ്രെയിംഡ് വഷ്ടിസ് പിക്ചർ ആൻഡ് ഹങ് ഇറ്റ് എബോവ് ഓൺ ഹെർ ഡെസ്ക്. ടീച്ചർ എന്ത് ചെയ്തു? അവളുടെ പിക്ചർ ഫ്രെയിം ചെയ്തിട്ട് അവരുടെ ഡെസ്കിന് മുകളിൽ തൂക്കിയിട്ടല്ലേ. നെക്സ്റ്റ്, വൈ ഡിഡ് വഷ്ടി തിങ്ക് ഷീ കുഡ് മേക്ക് ആൻ ഈവൻ ബെറ്റർ ഡോട്ട്? എന്തുകൊണ്ടാണ് വഷ്ടി വിചാരിച്ചത് അവൾക്ക് ഇതിനേക്കാളും നന്നായിട്ടുള്ള കുത്ത് ഡോട്ട് വരക്കാൻ സാധിക്കുമെന്ന്? വഷ്ടി വാസ് ഇൻസ്പയർഡ് ബൈ ഹെർ ഫ്രെയിംഡ് ഡോട്ട് ബീങ് ഡിസ്പ്ലേഡ് ഇൻ ദ ക്ലാസ് റൂം ആൻഡ് ഫെൽറ്റ് ഷീ കുഡ് ക്രിയേറ്റ് ഈവൺ മോർ ഇംപ്രസീവ് ഡോട്ട്സ്. വഷ്ടി ഇൻസ്പയർഡ് ആയല്ലേ, അവൾക്ക് പ്രചോദനം കിട്ടി. അവളുടെ ടീച്ചർ ഇങ്ങനെ അവളുടെ ആ ചെറിയൊരു കുത്ത് ഫ്രെയിം ചെയ്തിട്ട് നന്നാക്കി ഫ്രെയിം ചെയ്ത് എല്ലാവരും കാണുന്ന രീതിയിൽ തൂക്കിയിട്ടപ്പോഴേ അവൾ വിചാരിച്ചെന്ത്, അവൾക്ക് ഇനിയും നന്നായിട്ട് ചിത്രം വരക്കാൻ സാധിക്കും, ഡോട്ട് വരക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചു അല്ലേ. അപ്പോൾ അത് അവൾക്ക് ഇംപ്രഷൻ ഉണ്ടാക്കിയല്ലേ. നെക്സ്റ്റ്, വഷ്ടി ആസ്ക്ഡ് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ. വൈ? വഷ്ടി ആൺകുട്ടിയോട് സൈൻ ചെയ്യാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ്? ടു എൻകറേജ് ഹിം ടു ഡ്രോ ജസ്റ്റ് ലൈക്ക് ഹെർ ടീച്ചർ ഹാഡ് ഡൺ ഫോർ ഹെർ. അതായത് അവളുടെ ടീച്ചർ അവളോട് ചെയ്തതുപോലെ അവനെയും എൻകറേജ് ചെയ്യാൻ വേണ്ടി അല്ലേ, ചിത്രം വരക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടി. ആൻഡ് ടു മേക്ക് ഹിം ബിലീവ് ഇൻ ഹിസ് ആർട്ടിസ്റ്റിക് പൊട്ടൻഷ്യൽ. അവൻ്റെ ആർട്ടിസ്റ്റിക് പൊട്ടൻഷ്യൽ, അതായത് കലാപരമായിട്ടുള്ള ആ പൊട്ടൻഷ്യൽ അവരെ കൂടി വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് സൈൻ ചെയ്യാൻ പറഞ്ഞതല്ലേ. നെക്സ്റ്റ്, വാട്ട് വിൽ ദ ബോയ് ഡു നെക്സ്റ്റ്? ബോയ് അടുത്തതായിട്ട് എന്തായിരിക്കും ചെയ്യുക? ദ ബോയ് വിൽ ലൈക്ലി ഗെയിൻ മോർ കോൺഫിഡൻസ് ലീഡിങ് ഹിം ടു ഡ്രോ മോർ പിക്ചർ. ബോയ്ക്ക് കുട്ടിക്ക് എന്ത് കിട്ടും? കൂടുതൽ ആത്മവിശ്വാസം, കോൺഫിഡൻസ് കിട്ടും അല്ലേ. അതായത് വഷ്ടി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവനോട് സൈൻ ചെയ്യാൻ പറഞ്ഞു. അവൻ വെറുതെ ഒരു വളഞ്ഞിട്ടാണ് ഒരു വര വരച്ചത് അല്ലേ. അപ്പം കുട്ടിക്ക് എന്ത് കിട്ടും? കൂടുതൽ കോൺഫിഡൻസ് കിട്ടും. എനിക്കിങ്ങനെ വരക്കാൻ സാധിക്കും, ഇതിനേക്കാളും നന്നായിട്ട് വരക്കാൻ സാധിക്കുമെന്ന് ഒരു തോന്നലുണ്ടാകും. അത് അവനെ ഏതിലേക്ക് നയിക്കും? കൂടുതൽ ചിത്രങ്ങൾ വരക്കാൻ വേണ്ടി അവനെ പ്രചോദിപ്പിക്കും അല്ലേ. അപ്പം അവൻ എന്ത് ചെയ്യും? കൂടുതൽ ചിത്രങ്ങൾ വരച്ചിട്ട് വലിയൊരു കലാകാരനായിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. സം ഓഫ് ദി ഇവൻറ്റ്സ് ഓഫ് എ സ്റ്റോറി ആർ ഇല്ലസ്ട്രേറ്റഡ് ബിലോ. ഡെവലപ്പ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ ദ പിക്ചേഴ്സ് ഗിവൺ. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് നോക്കിയിട്ട് നിങ്ങളൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനാണ്, കഥ തയ്യാറാക്കാനാണ്. നമ്മൾക്ക് പരിചയമുള്ള ചിത്രങ്ങളാണിതല്ലേ, പരിചയമുള്ള കഥയാണിതല്ലേ. എന്താണ്? ഒരു സിംഹവും എലിയും അല്ലേ. സിംഹം ഇങ്ങനെ കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് എലി അതിൻ്റെ മുൻപിൽ പെടുന്നു. അപ്പം സിംഹം എന്ത് ചെയ്യുന്നു? ഇതിനെ പിടിച്ച് തിന്നാൻ പോകുന്ന സമയത്ത് എലി എന്ത് ചെയ്യുന്നു? അതിനോട് ഇങ്ങനെ അപേക്ഷിക്കുന്നു, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ കൊല്ലല്ലേ, എന്നെ വെറുതെ വിടുമെന്ന് പറയുന്നു, ഞാൻ നിന്നെ പിന്നീട് സഹായിക്കാമെന്ന് പറയുന്നു അല്ലേ. അപ്പം അഹങ്കാരിയായ സിംഹം എന്ത്, ഇത്ര ചെറിയ എലി എന്നെ എങ്ങനെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ തമാശയാക്കി ചിരിക്കുന്നു. അപ്പം സിംഹത്തിന് അറിയാം ഈ എലി ചെറുതാണല്ലോ, അപ്പോൾ ഇതിനെ ഭക്ഷണമാക്കിയതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ലാന്ന് തോന്നിയിട്ടാണ് സിംഹം എന്ത് ചെയ്യുന്നു? അതിനെ വെറുതെ വിടുന്നു. അപ്പം എലി അങ്ങനെ തിരിച്ചു പോകുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം സിംഹം വീണ്ടും ഈ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് വേട്ടക്കാരൻ്റെ വലയിൽ പെടുന്നു. അപ്പം സിംഹം ഇങ്ങനെ കരയുന്നു, റോർ ചെയ്യുന്നു, ഗർജിക്കുന്നു ഈ വലേൻ്റെ ഉള്ളിൽ നിന്ന്. ഇത് കേട്ടിട്ടാകുമ്പം എലി എവിടുന്ന് ഓടി വന്നിട്ട് എന്ത് ചെയ്തു? ഈ വല കീറി മുറിച്ചു. അതിൻ്റെ ഷാർപ്പായിട്ടുള്ള പല്ലാണല്ലോ എലിയുടെ, കീറി മുറിച്ചു. അങ്ങനെ സിംഹത്തിനെ രക്ഷപ്പെടുത്തുന്നു. അപ്പോൾ സിംഹത്തിന് മനസ്സിലായി എന്ത്, ഇത്ര ചെറിയ എലിക്ക് എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുന്നുള്ള ഒരു തിരിച്ചറിവ് വന്നു. അങ്ങനെ അവർ തമ്മിൽ ഫ്രണ്ട്സായി മാറി. അതാണ് സ്റ്റോറി. അത് നമ്മൾക്ക് എങ്ങനെ എഴുതാം? ദ ലയൺ ആൻഡ് ദ റാറ്റ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ എ ബ്യൂട്ടിഫുൾ ജംഗിൾ എ സ്ട്രോങ് ലയൺ വാസ് റോമിങ് ഫ്രീലി. ഒരിക്കൽ ഒരു മനോഹരമായ കാട്ടിൽ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലയൺ ഇങ്ങനെ കാട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുകയായിരുന്നു. സഡൻലി എ സ്മോൾ റാറ്റ് പോപ്ഡ് അപ്പ് ഫ്രം എ ഹോൾ ഇൻ ദ ഗ്രൗണ്ട്.
പെട്ടെന്ന് ഒരു എലി അതിൻ്റെ മുൻപിൽ ഇങ്ങനെ ഒരു മാളത്തിൽ നിന്ന് അതിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ദ റാറ്റ് ഫ്രൈറ്റൻ ആൻഡ് പ്ലീഡഡ് പ്ലീസ് ഡോണ്ട് കിൽ മീ. റാറ്റ് പേടിച്ച് പറിച്ചുകൊണ്ട് ഇങ്ങനെ അപേക്ഷിച്ചു എലിയോട്, സിംഹത്തിനോട്, എന്നെ കൊല്ലല്ലേ, പ്ലീസ് ലെറ്റ് മീ ഗോ, എന്നെ പോകാൻ അനുവദിക്കൂ. ഇഫ് യു ലെറ്റ് മീ ഗോ ഐ വിൽ റീപേ യു വൺ ഡേ. നീ എന്നെ പോകാൻ അനുവദിച്ചാൽ ഞാൻ നിന്നെ വേറൊരു ദിവസം തിരിച്ച് സഹായിക്കാം എന്ന് പറയുന്നു. അപ്പം സിംഹം ഇങ്ങനെ ഹ യു ആർ ഫണ്ണി സെഡ് ദ ലയൺ. ലയൺ എന്ത് പറഞ്ഞു? ഹ നീ നല്ല തമാശക്കാരൻ തന്നെ. ഹൗ കുഡ് എ മൗസ് ഹെൽപ്പ് ദ ലയൺ? എങ്ങനെ ഇത്ര ചെറിയൊരു മൗസിനെ എന്നെ സഹായിക്കാൻ സാധിക്കും? ദ ലയൺ ലോഫ്ഡ് ആൻഡ് ലെറ്റ് ദ മൗസ് ഗോ ഹോം. അങ്ങനെ സിംഹം വിചാരിച്ചു, അതായത് ഇത് ചെറിയൊരു എലിയാണ് അല്ലേ, ഇതിനെ ഭക്ഷണമാക്കിയതിനെ കൊണ്ട് എനിക്ക് കാര്യമൊന്നുമില്ല എന്ന് തോന്നിയിട്ടാകുമ്പോൾ ലയൺ അതിനെ എലിയെ വെറുതെ വിടുന്നു. അങ്ങനെ എലി എന്ത് ചെയ്യുന്നു? തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ദെൻ ദ റാറ്റ് ഹാപ്പിലി വെൻ്റ് അവേ ആൻഡ് ദ ലയൺ കണ്ടിന്യൂഡ് ഹിസ് വാക്ക്. അങ്ങനെ എന്ത് ചെയ്യുന്നു? റാറ്റ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ലയൺ എന്ത് ചെയ്തു? അതിൻ്റെ നടത്തം തുടർന്നു. ദെൻ ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് വൈൽ വാക്കിംഗ് ഇൻ ദ ജംഗിൾ ദ ലയൺ ഗോട്ട് ട്രാപ്ഡ് ഇൻ എ ഹണ്ടേഴ്സ് നെറ്റ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ വീണ്ടും നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? സിംഹം ഹണ്ടറിൻ്റെ, ഒരു വേട്ടക്കാരൻ്റെ വലയിൽ പെടുന്നു. ദ ലയൺ റോർഡ് ഇൻ ആങ്കർ ആൻഡ് ഫിയർ. ലയൺ എന്ത് ചെയ്തു? ദേഷ്യം കൊണ്ടും പേടി കൊണ്ടൊക്കെ ഇങ്ങനെ വലിയ ശബ്ദമുണ്ടാക്കി. ദ ഹണ്ടർ ലാഫ്ഡ് ആൻഡ് സെഡ് ഹ നോ യു കാനോട്ട് എസ്കേപ്പ് യു ആർ ട്രാപ്ഡ്. അപ്പം ഹണ്ടർ, വേട്ടക്കാരൻ, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സിംഹത്തിനോട് പറഞ്ഞു, ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, നിന്നെ ഞാൻ ട്രാപ്പ് ചെയ്തിരിക്കുന്നു, വലയിൽ കുടുക്കിയിരിക്കുന്നു. അറ്റ് ദാറ്റ് ടൈം ദ റാറ്റ് ഹേർഡ് ദ ലയൺസ് ക്രൈസ് ആൻഡ് റഷ്ഡ് ടു ഹിം. അങ്ങനെ ആ സമയത്ത് എലി എന്ത് ചെയ്യുന്നു? സിംഹത്തിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഓടി വരുന്നു. ഹി സോ ദ ലയൺ ആൻഡ് ഹാഡ് ആൻ ഐഡിയ. അവൻ ലയണിനെ കണ്ടു, സിംഹത്തിനെ കണ്ടു, അവനൊരു ഐഡിയ തോന്നി, ഒരു സൂത്രം തോന്നി. ദ റാറ്റ് ക്വിക്ക്ലി സ്റ്റാർട്ടഡ് കട്ടിങ് ദ നെറ്റ് വിത്ത് ഹിസ് ഷാർപ്പ് ടീത്ത്. റാറ്റ് എന്ത് ചെയ്തു? അതിൻ്റെ മൂർച്ചയുള്ള പല്ലുകൊണ്ട് ആ നെറ്റ് ഇങ്ങനെ കടിച്ചു മുറിച്ചു. സൂൺ ദ നെറ്റ് ബ്രോക്ക് ആൻഡ് ദ ലയൺ വാസ് ഫ്രീ. അങ്ങനെ പെട്ടെന്ന് വല മുറിഞ്ഞു. അങ്ങനെ ലയൺ ഫ്രീ ആയി. ഹി വാസ് വെരി ഹാപ്പി ആൻഡ് സെഡ്. അപ്പം ലയൺ സന്തോഷത്തോടു കൂടി പറഞ്ഞു, താങ്ക് യു മൈ ഫ്രണ്ട്, യു ആർ ട്രൂലി എ ഹീറോ. നീ ശരിക്കും ഒരു ഹീറോ തന്നെയാണ്. ഈവൺ എ മൗസ് ക്യാൻ ഹെൽപ്പ് എ ലയൺ. ഇപ്പം എനിക്ക് മനസ്സിലായി, ഒരു മൗസിന്, ഒരു സിംഹത്തിന്, ഇത്ര വലിയൊരു സിംഹത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റും, ഇത്ര ചെറിയൊരു മൗസിന് ഇത്ര വലിയൊരു സിംഹത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റും എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഫ്രം ദാറ്റ് ഡേ ദേ ബിക്കെയിം ബെസ്റ്റ് ഫ്രണ്ട്സ്. ആ ദിവസം മുതൽ അവർ നല്ല കൂട്ടുകാരായിട്ട് മാറി. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെസണുമായി അടുത്ത വീഡിയോയിൽ കാണാം. ക്ലാസ് ലഭിക്കുന്നതിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.